ഉത്തരരാമായണം 2-ാം അധ്യായം. അന്നവും പാലും പഴവും തരുവൻ ഞാൻ എന്നോടു ചൊല്ലുക ശേഷം കഥാമൃതം എന്നതു കേട്ടു പറഞ്ഞു കിളിമകൾ ഇന്നു ചുരുക്കി പറയുന്നതുണ്ടു ഞാൻ. മിന്നൽ പോലെ ശരജാലം തെരുതെരച്ചെന്നു നശാചരന്മാർ ശരീരങ്ങളിൽ കൊണ്ടുപുറപ്പെട്ടു ഭൂമിയും ഭേദിച്ചു കുണ്ടത കൈവിട്ടു പൊക്കിതു പാതാളം. ആയുധവാഹന ഭൂഷണജാലങ്ങൾ സായക പങ്ക്തികൾ കൊണ്ടു നുറുങ്ങിയും കൈകാൽ കഴുത്തുകളറ്റു നിശാചരർ മെയ്കളിൽ നിന്നുയിർ വേർപെട്ടു വീഴുകയും യുദ്ധാങ്കണവും നിറഞ്ഞു ശരങ്ങളാൽ എത്രയും ചിത്രമായി വന്നിതു യുദ്ധവും. പങ്കജനേത്രനും അപ്പോൾ അടുത്തുടൻ ശംഖം ഭയങ്കരമായി വിളിച്ചിടിനാൻ. ദാരുണമാകിയ ശംഖധ്വനി കേട്ടു പാരിടമൊന്നു കുലുങ്ങി ഗിരികളും വാരണവാജി നിശാചര വീരരും പാരം വിറച്ചു മോഹിച്ചു വീണിടിനാർ. ശംഖധ്വനി കേട്ടും അസ്ത്രങ്ങൾ കൊണ്ടും ആതങ്കം കലർന്നു നിശാചര വീരരും മണ്ടിയതീവ ഭയത്തോടകന്നതു കണ്ടു സുമാലി കോപിച്ചടുത്തിടിനാൻ. അസ്ത്രാവലികൾ തൂകിയിടിനാൻ. അന്നേരം എത്രയും ഘോരമായി വന്നിതു യുദ്ധവും. കോലാഹലത്തോടു കൂടെ തുടർന്നുടൻ മാലിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. ചിത്പുരുഷൻ പുരുഷോത്തമനന്നേരം കെൽപ്പേറെയുള്ള സുമാലിതൻ സൂതനെ കൊന്നതു കണ്ട് അടുത്തിടിനാൻ. മാലിയും അന്നേരമാശു മുകുന്ദൻ തിരുവടി തേരും കളഞ്ഞു വില്ലും മുറിച്ചിടിനാൻ. പാരിതിൽ ചാടിനാൻ മാലിഗതയുമായി രൂക്ഷതയോടു ഗരുഡനെ താടടിച്ചാൻ. താർക്ഷിൻ തളർന്നു തുഴന്നു പറന്നിതു മാലിയുടെ ഗളനാളം. അപ്പോൾ വനമാലി ചക്രേണ ഖണ്ഡിച്ചു കളഞ്ഞിതു. താപസ നിർജര ചാരണാരാദികൾ താപമകന്നു മുകുന്ദനെ വാഴ്ത്തിനാർ. ആർത്തിമുഴുത്തു ശരങ്ങൾ കൊണ്ടേറ്റവും ഭീത്യ നിശാചരരോടും നതുനേരം പിമ്പേ തുടർന്നടുത്ത സ്ത്രാവലി തൂകി വമ്പുള്ള രാക്ഷസവീരരെയൊക്കവേ കൊല്ലുന്നതു കണ്ട നേരത്തു മാല്യവാൻ ചൊല്ലിനാൻ ഇത്തൊഴിൽ ധർമ്മമല്ലേതുമേ. പേടി പെരുത്തു നിരായുധന്മാരുമായോടുന്നവരെ വധിച്ചാൽ അതുമൂലം വന്നുകൂടിയിടും നരകമെന്നുള്ളതും നിന്നുള്ളിലല്ലയോ ധർമ്മജ്ഞനല്ലോ നീ. അത്യർത്ഥമുള്ള യുദ്ധശ്രദ്ധ തീർപ്പതിനത്രൈവ ഞാനിതാ മുന്നിട്ടു നിൽക്കുന്നു. ഇതം പറഞ്ഞൊരു വേൽ കൊണ്ടു ചാട്ടിനാൻ ഉത്തമ പുരുഷവക്ഷസി രാക്ഷസൻ. പുഷ്കരാക്ഷൻ വേൽ പറിച്ചതിനെ കൊണ്ടു രക്ഷോവരന്മാറിലാശു ചാട്ടിയിടിനാൻ. പെട്ടെന്നടുത്തു പുരുഷോത്തമോരസി മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചനന്തരം പക്ഷിപ്രവരനെയും പ്രഹരിച്ചൊരു രക്ഷപ്രവരനെ വാഴ്ത്തിനാരേവരും. താർക്ഷിനും തന്നുടെ പക്ഷപുടങ്ങളാൽ വായിക്കുന്ന വായുവേഗത്താൽ നിശാചരം ദൂരെ തെറിപ്പിച്ചു വീഴ്ത്തിനാൻ. അന്നേരം പാരിൽ പരന്നിതു ചോരപ്രവാഹവും. അഗ്രജൻ വീണതു കണ്ടു സുമാലിയും വ്യഗ്രിച്ചു ശേഷിച്ച രക്ഷോഗണവുമായി വേഗേന പോയാനതു കണ്ടു മാല്യവാൻ ശോകേന സോദരൻ തന്നോട് കൂടവേ ലങ്കയിൽ ചെന്നു ദുഃഖിച്ചു മരുവിനാൻ. പങ്കജലോചനൻ പിന്നെയും നക്തഞ്ചരവരരോടു പോർ ചെയ്തിതു. ശക്തിയില്ലെന്നു ഭയപ്പെട്ടവർകളും ചെന്നു പാതാളവും പൊക്കു വസിച്ചതു വന്നിതു സൗഖ്യം ജഗദ്വാസികൾക്കെല്ലാം. ഇപ്പോൾ ദശമുഖൻ തന്നെ വധിച്ചതും ചിൽപ്പുമാനായ നാരായണൻ നീ തന്നെ. ഇങ്ങനെ ചെന്നു പാതാളേ നിശാചരർ തങ്ങൾക്കുള്ള വല്ലഭമാരുമായി സന്തുഷ്ടരായി പലകാലം വസിച്ചതു ചിന്തിച്ചിതേകഥാ തത്ര സുമാലിയും. എന്തൊരു വൃത്താന്തമുള്ളൂ ധരണയിൽ. ബന്ധുക്കളാരാനുമുണ്ടോ നമുക്കെന്നും അന്വേഷണം ചെയ്തറിയണമെന്നോർത്തു തന്നുടെ പുത്രിയാം കൈകസി തന്നോടും ഭൂമണ്ഡലം തന്നിലെങ്ങും നടന്നുടനാമോദമാർന്നിരുന്നിടും ദശാന്തരേ. സിദ്ധദേവാപ്സരോ ഗന്ധർവ കിന്നര പ്രസ്തുതനാകിയ
വൈശ്രവണൻ തഥാ ലങ്കയിൽ നിന്നു പുറപ്പെട്ട ഭൂഷണാലങ്കാരമോടു പിതാവിനെ വന്ദിപ്പാൻ പുഷ്പകമേറി വേഗേന പോകുന്നേരം അത്ഭുതമാറു കണ്ടു സുമാലിയും ചെന്നു നിജാലയെ വാഴും വിധോ മുതാ ചൊന്നാൻ മക്കളോടു സാദരമന്നേരം. എന്നുടെ പുത്രിയായൊരു നിനക്കിന്നു വന്നിതു യൗവനം, ബാല്യം കഴിഞ്ഞിതു നിന്നെ വിവാഹം കഴിപ്പാൻ ഉപായവും ഒന്നുമേ കണ്ടില്ല. ബന്ധുക്കളായവർ ആരും പരിഗ്രഹിച്ചിടുകയില്ല. വൈരിജനങ്ങളെ ശങ്കിപ്പതു മൂലം കല്യാണവും കഴിച്ചാത്മാനുരൂപനാം വല്ലഭൻ തന്നോടു കൂടെ സുഖിച്ചു നീ നിത്യം വസിക്കുന്നതാഹന്ത കാണാഞ്ഞു ചിത്തേ മുഴുത്തൊരു സന്താപമുണ്ടുമേ. കണ്ടില്ലയോ വൈശ്രവണൻ പിതാവിനെ കണ്ടു വന്ദിപ്പാൻ ഗമിക്കുന്നതാശു നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തത്സമനായ ഒരു പുത്രനുണ്ടായി വരും. പൗലസ്ത്യനാകിയ വിശ്രവസം മുനി കാലത്തു സേവിക്ക നീ ഇനി നന്ദനെ. ത്രൈലോക്യ സമ്മതനായൊരു നന്ദനൻ പൗലസ്ത്യപുത്രനായുണ്ടായി വരുമെന്നാൽ യുദ്ധം സുമാലി പറഞ്ഞോരനന്തരം ചിത്തമോദേന തപോവനം പ്രാപിച്ചാൾ. രാവണാധികളുടെ ഉത്ഭവം. വിശ്രുതനായ പുലസ്ത്യതനയനാം വിശ്രവസം മുനിമുഖ്യമുപാസിച്ചു ചിത്തശുദ്ധ്യാ പലനാൾ ചെന്നനന്തരം നിത്യകർമ്മം കഴിപ്പാൻ മുനിപുങ്കവൻ അസ്തമയ സമയത്തിങ്കലേകതാ ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ സന്താനമാശു ദേഹീതി ദേഹീതി എന്നന്തർമുതാ വരിച്ചിടിനാൾ കൈകസി. ചിന്തിച്ചു താപസ ശ്രേഷ്ഠനരുൾ ചെയ്തു, ഹന്തകഷ്ടം തവ നിർബന്ധമീദൃശം. ദാരുണമായൊരു വേളയിപ്പോൾ അതും കാരണമുണ്ടാം. പ്രജകളും എത്രയും ക്രൂരമതികളായി ദുഷ്ടരായി വരൂ. ഘോരമായൊരു സന്ധ്യാവേള കാരണാൽ എന്നതു കേട്ടു പറഞ്ഞിതു കൈകസി. നന്നു നന്നിന്നരുൾ ചെയ്യുന്നതിങ്ങനെ, പുഷ്പതപോബലമുള്ള ഭവാൻ തനിക്കിഷ്ടരായുണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാലതു നിന്തിരുവടിക്കൊട്ടുമേ കീർത്തിക്കു പോരാ തപോനിധേ എന്നതു കേട്ടരുൾ ചെയ്തു തപോധനൻ. ഇന്നിതു കേട്ടുകൊൾകുത്തമേ കൈകസി, ഉണ്ടാം നിനക്കൊടുക്കത്തൊരു നന്ദനൻ. കൊണ്ടൽ വർണ്ണനും അതിപ്രിയനാമവൻ, ദീർഘാവലോകനമുള്ള ഗുണാലയൻ. ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം. യുദ്ധമനുഗ്രഹം നൽകി മുനീന്ദ്രനും ബദ്ധമോദേന പോയാളവൾ കൈകസി. ഗർഭവും പൂർണ്ണമായി വന്നോരനന്തരം ആർഭകൻ തന്നെയും പെറ്റാൾ നിശാചരി. 10 തലയും 20 കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ. കൊണ്ടൽ നിറം പൂണ്ട നീലശൈലം പോലെ രണ്ടാമതുമുടൻ ഉണ്ടായിതത്തിനും. മൂന്നാമതുണ്ടായതും ഒരു രാക്ഷസി. ചാർന്നു ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാർ. പിന്നെ നാലാമതുണ്ടായാനൊരു പൂമാൻ ധന്യനായി ഭാഗവതോത്തമനായടോ നാമം. ദശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിതു. താതനും ശൂർപ്പണഖേ ഭഗിനിക്കു പ്രീതി പൂണ്ടിടിനാൾ കൈകസിയും. തഥാ മക്കളോടും കൂടി ശ്ലേഷ്മോദകാടവി പൊക്കു സുഖേന വാണിയിടും ദശാന്തരേ. പുഷ്കരമാർഗേണ പുഷ്പകത്തിന്മേലേറി ദിക്കുകളൊക്കെ വിളങ്ങുമാറങ്ങനെ രാജിതനാകിയ താതനെ വന്ദിപ്പാൻ രാജരാജൻ മുത പോകുന്ന നേരം കണ്ടു ചൊന്നാൾ മകൻ തന്നോട് കൈകസി. കണ്ടു തവാഗ്രജൻ പോകുന്ന കോപ്പു നീ, ഇന്നു നിനക്കും അവനും ഒരു മുനി തന്നെ പിതാവതുകൊണ്ടെന്തൊരു ഫലം. രാവണാധികളുടെ തപസ് എന്നു ജനനി പറഞ്ഞതു കേട്ടുടൻ ചൊന്നാൻ ദശമുഖനമ്മേ ധരിക്ക നീ. ഇന്നിവൻ തന്നിലും ഏറ്റമധികനായി വന്നുകൂടും ഞാൻ, അതിനില്ല സംശയം. എല്ലാ തപോബലം കൊണ്ടേ മനോരഥമെല്ലാവനും സാധ്യമായി വരൂ നിർണയം എന്നു കൽപ്പിച്ചു സഹോദരന്മാരുമായി ചെന്നു ഗോകർണം പ്രവേശിച്ചു. മൂവരും
സാരസസംഭവൻ തന്നെ നനച്ചതിഘോരമായുള്ള തപസ്സു തുടങ്ങിനാർ. പഞ്ചദ്വയാനനൻ ഗ്രീഷ്മകാലത്തിങ്കൽ പഞ്ചാഗ്നി മധ്യസ്ഥനായേകനിഷ്ഠയാ ശീതകാലത്തിങ്കലാകണ്ഠമഗ്നനായി മേതുരവൃഷ്ടികാലേ നനഞ്ഞും ദദാ സൂര്യബിംബേ നിജനേത്രമുറപ്പിച്ചു ധൈര്യേണ കുംഭകർണൻ മരുവീടിനാൻ ബ്രഹ്മസ്വരൂപവും ധ്യാനിച്ചു സന്തതം നിർമ്മലനായ വിഭീഷണൻ മേവിനാൻ. അങ്ങനെ ചെന്നു 10,000 വിധാതാവിനെ കണ്ടതില്ലല്ലോ. അന്നു ദശാനനൻ തൻ്റെ തലകളിലൊന്നറുത്തഗ്നിയിൽ ആഹൂതിയാക്കിനാൻ. 1000 പാർത്തിയിടിനാൻ. ഇങ്ങനെ നായകനായ ദാതാവിനെ കാണാഞ്ഞു വഹ്നിയിലാഹൂതി ചെയ്താനൊരു തല. പിന്നെയും 1000 പാർത്തിയിടിനാൻ. 9,000 തല 9 ഹോമിച്ചു പാർത്താൻ ദശാനനൻ. രാവണാദികളുടെ വരലാഭം. 19,000 ചെന്നളവൃത്തമാങ്കം പിന്നെയൊന്നുള്ളതും അവൻ ഖണ്ഡിപ്പതിന്നു വാളോങ്ങിയ നേരം ആ ഖണ്ഡലാദ്യൻ അമരാമാരുമായ അബ്ജസംഭവൻ സംഭ്രമത്തോടും ദശാനനൻ തന്നെ മുന്നിലമാറെഴുന്നള്ളി അരുൾ ചെയ്തു. ധീര മതി സാഹസമിങ്ങനെ പോരും അഭിമതം ചൊല്ലു ഞാൻ നൽകുവൻ എന്നരുൾ ചെയ്ത വിരിഞ്ചനെ വന്ദിച്ചു ചൊന്നാൻ ദശമുഖൻ തന്നെ വാഞ്ചിതം. ദേവഗന്ധർവസുരോരാഗാദ്യന്മാരിലേവരാലും ഞാൻ അവധ്യനായിടണം എന്നു വേണ്ട നരന്മാരിൽ ഒഴിഞ്ഞെനിക്കന്യരാൽ മൃത്യു വരാതെയിരിക്കണം. എല്ലാം നിനക്കൊത്തവണ്ണം വരികെന്നു ചൊല്ലി വിരവോടു കുംഭകർണാന്തികെ ചെന്നു വരം കൊടുപ്പാൻ തുടങ്ങും വിധോ നന്നായി തൊഴുതപേക്ഷിച്ചിതു ദേവകൾ വൃന്ദാരകാനുചരന്മാരെ വൻപിനോടൊന്നിച്ചു 10 ദിനം. ദേവാംഗനമാരിൽ 7 പേരെ തിന്നാനാവോളം ഓർത്തു വേണം വരം നൽകുവാൻ. വാനവർ വാക്കുകൾ കേട്ട് വിരിഞ്ചനും വാണി ഭഗവതിയോടരുൾ ചെയ്തിതു. കുംഭകർണൻ നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കി ചമയ്ക്കണം എന്ന നേരം കുംഭകർണ ജിഹ്വാഞ്ജലെ ചെന്നു പൊക്കിയിടിനാൾ വാണിയും തൽക്ഷണേ. കുംഭകർണൻ തന്നോടന്നേരം ആദരാലംബോജ സംഭവൻ താനും അരുൾ ചെയ്തു. എന്തഭീഷ്ടം തവ ചൊൽകുന്നതു കേട്ടു വന്ദിച്ചു കുംഭകർണൻ പറഞ്ഞിടിനാൻ. നിദ്രത്വമാശു നൽകേണം അടിയനു വിദ്രുതം മറ്റൊന്നു വേണ്ടിയില്ല ദൈവമേ. അങ്ങനെ തന്നെ വരികെന്നരുൾ ചെയ്തു മംഗളാത്മാവാം വിഭീഷണൻ തന്നെ സന്നിധോ ചെന്ന നേരം ഭക്തിപൂർവകം സംപ്രീതി പൂണ്ടു നമസ്കരിച്ചിടിനാൻ. ഭക്തിവിശ്വാസ ഗുണഗണം കാൺകയാൽ പങ്കജ സംഭവനേപമരുൾ ചെയ്തു. വേണ്ടും വരം ഞാൻ തരുവൻ പറക നീ വേണ്ട വിഷാദവും ഒന്നിനും മനസ്സേ. സന്തുഷ്ടനാം നിൻ തിരുവടി തന്നെ ഇന്നന്തികെ കാണായ മൂലം അടിയനു വന്നിതു വേണ്ടുന്നതൊക്കവേ കേവലം വന്ദേ പദാംബുജം പിന്നെയും ഇന്നും ഒരുവരും നൽകേണമാതരാലെന്നുമേ ധർമ്മസ്ഥിതി പിഴയായികയും ശ്രീപാദഭക്തിക്കിളക്കമില്ലായികയും പാപകർമ്മങ്ങളിൽ വൈമുഖ്യഭാവവും ഏവം ഭവിപ്പാൻ അനുഗ്രഹം നൽകണം ദേവദേവേശ. നമസ്കാരം എപ്പോഴും. എങ്കിൽ അനേകനാൾ ജീവിച്ചിരിക്ക നീ സങ്കടമാരാലും ഉണ്ടായി വരാതവ ഭാഗവതോത്തമനായ ധരാമണ്ഡലേ വാഴുക നീ കൽപ്പാവസാന കാലത്തോളം എന്നരുൾ ചെയ്തെഴുന്നള്ളി വിരിഞ്ചനും വന്നിതു കുംഭകർണനാശു നിദ്രയും സിദ്ധസങ്കൽപ്പന്മാരായവർ മൂവരും ബദ്ധമോദേന പോയി ശ്ലേഷ്മമോദകവനെ ബന്ധുക്കളോടും ജനനിയോടും ചേർന്നു സന്തുഷ്ടരായി വസിച്ചിടും ദശാന്തരെ. വൃത്താന്തമെല്ലാം അറിഞ്ഞു സുമാലിതൻ പുത്രരോടും കൂടി വന്നാനതുകാലം താതനും ഭ്രാതാക്കളും തനയന്മാരും ആദരവേറിയ ബന്ധുജനങ്ങളും കൂടെ സുഖിച്ചു വസിച്ചിതു കൈകസി ഗാഠമോദേന തൽക്കാലമൊരു ദിനം.